നമ്മുടെ എക്സ്പേർട്ട് കയ്യിലെത്തിയിട്ടുണ്ട്. അൽ വസീലയിലേക്ക് കൃത്യമായ സ്വാഗതം. പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ നബി തങ്ങളുടെ കാലത്തുള്ള മദീന പള്ളിയുടെ രൂപമാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് നബി തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുകളാണ്. ഓരോരുത്തരുടെ വീടുകൾ ആരൊക്കെയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ ജന്നത്തുൽ ബഖീന്റെ രൂപമാണ്. മഹാന്മാരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സഹാബത്തിന്റെ കബറുകൾ ഉണ്ടായിരുന്നത് ഈ രൂപത്തിൽ കെട്ടിപ്പൊക്കിയിട്ടായിരുന്നു നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് 1925 കൂടിയാണ് സലഫി ഭരണകൂടം ഇത് പൂർണ്ണമായിട്ട് കെട്ടിപ്പൊതിച്ചുണ്ടാക്കിയ ഈ കുബ്ബകളൊക്കെ പൊളിച്ചൊഴിവാക്കുന്നത്. ഇന്ന് നമ്മൾ ജന്നത്തുൽ ബഖീയെ സന്ദർശിച്ചാൽ നമുക്ക് ഈ രൂപത്തിലുള്ള നിരപ്പായിട്ടുള്ള ജന്നത്തുൽ ബഖീയാണ് കാണാൻ കഴിയുക. അവരുണ്ടാവേണ്ട ഒരു ചാണാണ്. ഒരു ചാണിനധികമുള്ളതെല്ലാം പൊളിച്ചു മാറ്റാനാണ്, നീക്കം ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാണ് മാത്രമേ ഉണ്ടാകാവൂ. അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞയച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിന് പിൽക്കാലത്ത് അലി അബി ത്വാലിബ് ഖലീഫയായപ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് അബുൽ ഹയ്യാജുൽ അസ്ലി വിളിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നുണ്ട്. അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച ദൗത്യമുണ്ട്. ആ ദൗത്യത്തിനില്ല ഇപ്പോൾ ഞാൻ താങ്കൾ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ദൗത്യം ഏൽപ്പിച്ചു. അതിൽ ഒരു ദൗത്യം വലാ ഖബറൻ മുസ്ലിഫ ഇല്ലാ സവൈതഹു. ഉയർന്നു നിൽക്കുന്ന ഏതൊക്കെ ഖബറുണ്ടോ ആ ഖബറൊക്കെ നിരപ്പാക്കാതെ നീ വിട്ടുകളയാൻ പാടില്ല എന്ന് പണ്ട് നബിതങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് മക്ക ഫതഹിന്റെ അന്ന്. അതിനാൽ ഇപ്പോൾ ഞാൻ നിന്നെ ആ ദൗത്യത്തിൽ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബുൽ ഹയ്യാജുൽ അസദിയെ അലി അബി ത്വാലിബ് പറഞ്ഞയക്കുന്നത്. എന്നൊരു പറയാണ് ആ ഖബർ ഒരു ചാണിന് മേലെ ഉയരാൻ പാടില്ല, അതൊക്കെ നീക്കണം. വലഹബൽ ജംഹൂർ ഇലാഹന്ന ഹാദൽ ഇർതിഫാ അൽ മഅ്മൂറ ബിഇസാലതിഹി. നീക്കം ചെയ്യണമെന്ന് കൽപ്പിച്ച ഈ എടുപ്പ് എന്ന് പറഞ്ഞാൽ ഹുവ മാ സാദൽ തസ്നീമി. തസ്നീം ഒരു ചാൺ ഉയർത്തുന്നതാണ് തസ്നീം എന്ന് പറയുക. ആ തസ്നീമിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ അതാണ് നീക്കം ചെയ്യാനായി പറഞ്ഞത് എന്ന് പഠിപ്പിക്കുകയും എന്ന് ശേഷം ഖബറാണ് എന്ന് അറിയാവുന്ന നിലക്ക് ഒരു ചാണ് മാത്രം ബാക്കിയാക്കുക, അല്ലെങ്കിൽ അനാദരിക്കപ്പെട്ടു പോയേക്കാം. ഖബറാണെന്ന് അറിയാതെ പോയാൽ ആളുകൾ ചവിട്ടിപ്പോകും, ആളുകൾ അനാദരിക്കും. അതില്ലാതിരിക്കാൻ ഒരു ചാണ് ഉയർത്തുക, മീതയുള്ളതെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി പറയാണ് വദാലിക സിഫത്തു ഖബ്രി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ നബിയുടെ ഖബറിന്റെ രൂപം. അങ്ങനെയാണ് ഒരു ചാൺ മാത്രമാണ്. വഖബ്രി സ്വഹിബൈഹി റളിയല്ലാഹു അൻഹുമാ. നബിയുടെ 2 കൂട്ടുകാർ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഖബറും ഒരു ചാണാണ്. അലാമാ ദക്കറ മാലിക്കും ഫിൽ മുവത്തഇ. ഇമാം മാലിക് റഹിമഹുല്ലാഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ പറഞ്ഞത് പ്രകാരം നബിയുടെ ഖബർ ഒരു ചാൺ മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ ഒരു ചാൺ മാത്രമാണ്. ഉമർ ഖത്താബിന്റെ ഖബർ ഒരു ചാൺ മാത്രമാണ് ഉയർന്നത്. വഖബ്രു നബിയിന ആദം അലൈഹിസ്സലാം, നമ്മുടെ പിതാവായ ആദം നബിയുടെ ഖബറും ഒരു ചാൺ മാത്രമാണ്. അലാമാ റവാഹു ദാറഖുത്നി മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്. ഇമാം ദാറഖുത്നി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ആദം നബിയുടെ ഖബറും ഒരു ചാൺ മാത്രമാണ്. അതാണ് ശരിയായ രീതി എന്ന് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തഫ്സീർ രേഖപ്പെടുത്തി വെച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ ആയത്ത് ഖബർ കെട്ടുയർത്താനല്ല പണ്ഡിതന്മാർ തെളിവായി കണ്ടത്, ഉയർത്താൻ പാടില്ലെന്ന് പഠിപ്പിക്കാനും മുൻകാല സമുദായത്തിൽ ഏതോ ചില കയ്യൂക്കള മനുഷ്യന്മാർ പറഞ്ഞു വന്നൊരു ഒരു ചെയ്തിയെ എടുത്തുധരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതല്ല നമ്മുടെ ശരീഅത്തിൽ തെളിവാക്കേണ്ടത്. നമ്മുടെ ശരീഅത്തിൽ, നമ്മുടെ ഈ മതത്തിൽ തെളിവാക്കേണ്ടത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നബി തങ്ങളുടെ കൽപ്പനയാണ്. ആ കൽപ്പനയാവട്ടെ കെട്ടുയർത്താനല്ല, ഉയർത്തിലെല്ലാം പൊളിച്ചു മാറ്റാനാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒരിക്കലും ഖബറിന്റെ മീതെ കുബ്ബയുണ്ടാക്കാൻ പഠിപ്പിച്ചവരല്ല, ഖബർ കെട്ടുയർത്താൻ പഠിപ്പിച്ചവരല്ല, ഖബർ എടുപ്പുണ്ടാക്കാൻ അംഗീകരിച്ചവരല്ല. അത് പാടില്ല എന്ന് പറഞ്ഞവരാണ്. നേരത്തെ നാം കേട്ടു, അവിടെ ഉയർത്തപ്പെട്ട ഖബറുണ്ടായപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റാൻ ഫത്വ നൽകുന്നതിനെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തന്നെ കിതാബുൽ ഉമ്മിൽ എടുത്തു പറഞ്ഞവരാണ് എന്നത് യാഥാർത്ഥ്യമാണല്ലോ. മാത്രവുമല്ല ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, ഒരാളെയും ആ നിലയ്ക്ക് വലിയ രൂപത്തിൽ ബഹുമാനിക്കപ്പെടാനായി ഒരു ഖബർ എങ്ങനെ ഉയർത്തപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല, അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ഞാനത് വെറുക്കുന്നു എന്ന് പറയുകയും ഖബറിന്റെ രൂപം എങ്ങനെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് ഖബർ കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണെത്രയാണോ ആ മണ്ണ് മാത്രമാണ് ഖബർ മറമാടാൻ പോലും ഉപയോഗിക്കേണ്ടത്, അതിനപ്പുറം മണ്ണ് അധികമായി ഉപയോഗിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് പഠിപ്പിച്ചതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. ആ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വ്യത്യസ്തമായ ശൈലിയാണ് ആ വിഷയം പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു മുഹാജിറുടെ ഖബറുകളും അൻസ്വാരികളുടെ ഖബറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും കുമ്മായമിട്ടതായി കണ്ടിട്ടില്ല. ഒരു അൻസ്വാരിയുടെ ഖബറും ഒരു മുഹാജിറിന്റെ ഖബറും കുമ്മായം തേച്ച ഖബറായി പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പഠിപ്പിച്ചതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അക്റഹു അയ്യുബ്ന അലൽ ഖബരി മസ്ജിദുൻ. ഒരു ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കൽ ഞാൻ വെറുക്കുന്നു, എനിക്കത് ഇഷ്ടമില്ല. വേണ്ടതെന്താ അയ്യുസവ്വ, ആ ഖബർ നിരപ്പാക്കപ്പെടുന്നതും ശരിയല്ല, ഒരു ചാൺ ഉയർത്തണം എന്നർത്ഥം. അയ്യുസല്ല അലൈഹി വഹുവ ഗൈറു മുസവ്വ, ആ ഖബറിന് മീതെ നിസ്കരിക്കുന്നതും അതും അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. അയ്യുസല്ല ഇലൈഹി
അലൈഹി, ആ ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കലോ അതും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി അദ്ദേഹം ആ കാര്യം പഠിപ്പിക്കുന്നു. എന്ന് അദ്ദേഹം ഹദീസ് കൊടുത്തു, ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ്. അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ക്ഷമിക്കാൻ കാരണം പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതിനാലാണ് എന്ന് ഹദീസ് കൊടുത്തു. അദ്ദേഹം പറയുന്നു, അക്റഹു ഹാദാ, എനിക്കത് വെറുപ്പാണ്, ലിസ്സുന്നത്തി വൽ ആസാർ, കാരണം ഹദീസെല്ലാം വന്നത് ഇത് പറ്റില്ല എന്നാണ്. സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ എല്ലാം അസറുകളിൽ വന്നതും ഇത് പാടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. ഒരാളുടെയും ഖബർ അങ്ങനെ വല്ലാതെ ബഹുമാനിക്കപ്പെട്ട് അതൊരു പക്ഷേ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ഫിത്നയായി മാറുമാറ് ബഹുമാനിക്കപ്പെടുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. സമാനമായി ധാരാളം കാണാം. ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലാ യജൂസു അൻ യുതാഫ ബിഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബർ തവാഫ് ചെയ്യാൻ പാടില്ല, അത് ജായിസ് അല്ല, അനുവദനീയമല്ല. വയുക്റഹു ഇൽസാഖുൽ ദഹരി വൽ ബത്നി ബിജിദാലിൽ ഖബ്രി, ഖബറിനോട് തന്റെ മുതുകിനെ തന്റെ നെഞ്ചിനെ എല്ലാം ചേർത്ത് വെക്കൽ അതുപോലും വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുകയും മാത്രവുമല്ല, വയുക്റഹു മസ്ഹു ബിൽ യദി വതഖബീലുഹു, ആ കൈ കൊണ്ട് തടവൽ അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ചുംബിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബദിൽ അദബു അൻ യബ്ഉദ മിൻഹു കമാ യബ്ഉദു മിൻഹു ലൗ ഹദറ ഫീ ഹയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിതകാലത്ത് നബി തങ്ങളെ കാണാൻ ചെന്നാൽ നാം പാലിക്കുന്ന ഒരു അകലമുണ്ടല്ലോ, ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് പാലിക്കുന്ന ഒരു അകലം, എന്നതുപോലെ തന്നെ മരിച്ചാലും ആ അകലം പാലിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഖബർ പോയി തൊടുകയോ അത് മുത്തുകയോ അത് ചുംബിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം നബവി റഹിമഹുല്ലാ. ശേഷം അദ്ദേഹം ഇതാണ് ശരി, അല്ലദീ ഖലഹുൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞ ശരിയായ വീക്ഷണം ഇതാണ്. ശേഷം അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, വലാ യഗ്തറ ബിമുഖാലഫതി കസീർ മിൻ അവാമി വഫഇലിഹിം ദാലിക, ധാരാളം ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഇതിനെതിരായി ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് നീ ചതിയിൽ പെട്ടുപോകേണ്ടതില്ല. ഒരുപാട് ആളുകൾ ചെയ്യുന്നു, ആ ചതിയിൽ നീ പെട്ടുപോകേണ്ടതില്ല. കാരണം ഫൈനൽ ഇഖ്തിദാ വൽ അമല ഇന്നമാ യകുനു ബിൽ ഹദീസ് സ്വഹീഹതി വഅഖ്വാലിൽ ഉലമാഇ, നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, നമ്മൾ പിൻപറ്റേണ്ടത് സ്വഹീഹായ ഹദീസുകളെയാണ്, പണ്ഡിതന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെയാണ് നാം പിൻപറ്റേണ്ടത്. അല്ലാതെ വലാ യുൽതഫതു, തിരിഞ്ഞു നോക്കുകയേ വേണ്ട, ഇലാ മുഹ്ദസാത്തിൽ അവാമി വഗൈരിഹിം വജഹാലാതിഹിം, അമത്തുൻ നാസ്, ആ സാധാരണക്കാരായ ആളുകൾ പുതുതായി ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരുപാട് സംഗതികൾ അതൊന്നും നോക്കേണ്ടതേ ഇല്ല. വജഹാലാതിഹിം, അവിടെ വിവരക്കേടുകൾ അത് തിരിഞ്ഞു നോക്കുകയേ ചെയ്യേണ്ടതില്ല, അത് മാതൃകയാക്കാൻ പറ്റുകയില്ല. മാതൃകയാക്കേണ്ടത് നബി തങ്ങളുടെ അധ്യാപനങ്ങളെയാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ ആളുകളാണ്. ആ ഇമാം ഷാഫിഈ ഖബർ കെട്ടിയെത്താൻ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് 204 204 ഇമാം ഷാഫി വഫാത്തായത്, അന്നാണ് ഖബറുണ്ടായത്. എന്നാൽ ഖുബ്ബയുണ്ടായതോ 678 204 ഖബറുണ്ടായി. ശേഷം 464 കൊല്ലം കഴിഞ്ഞിട്ട് 678 അന്നത്തെ ഭരണാധികാരിയാണ് ആ ഖബറിന് മീതെ പിന്നെ ഖുബ്ബയുണ്ടാക്കുന്നത്. ഇമാം ഷാഫിയും ഖുബ്ബയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇമാം ഷാഫിയുടെ കാലം കഴിഞ്ഞ് 4 നൂറ്റാണ്ടിലേറെ 464 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ഖുബ്ബയുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, ഇതൊന്നും പ്രമാണങ്ങൾ ഉത്തരവാദിയല്ല. വളരെ വ്യക്തമായ 100ഓളം ഹദീസുകൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു. സൂചിപ്പിച്ചുവല്ലോ, ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു, റബ്ബിന്റെ കോപമുണ്ട് എന്ന് പറഞ്ഞു, ശിറാറുൽ ഖൽഖ്, ജനങ്ങൾ ഏറ്റവും ശർറായവർ ഇത്തരം ആളുകളാണ് എന്ന് പറഞ്ഞു. ദൂതക്രിസ്ത്യാനികൾ ശപിക്കപ്പെടാൻ കാരണം ഇതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. അലാ ഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ വിലക്കുന്നുവെന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. മുൻഗാമികൾ ഖബറിലേക്ക് ആരാധനാ കേന്ദ്രമാക്കുമായിരുന്നു, പക്ഷേ എന്റെ ഖബർ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കല്ലേ എന്ന് നബി തങ്ങൾ പ്രത്യേകമായി വസിയത്ത് ചെയ്തു. മാത്രമല്ല നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കി മാറ്റൽ റബ്ബേ എന്നാണ്. വസൻ എന്ന് പറഞ്ഞാൽ പ്രതിമ എന്നാണ്, വിഗ്രഹം എന്നാണ്, അതിനാൽ വസന എന്ന് പറയുക. എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കലേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മോട് പ്രത്യേകമായി പറയുന്നു, വലാ തജഅലു ഖബരി ഈദാ, എൻ്റെ ഖബർ നിങ്ങൾ ഒരു ആഘോഷ ഇടമാക്കി മാറ്റലേ എന്ന് നബി തങ്ങൾ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു.